ുമായിട്ടും അതേപോലെ തന്നെ തട്ടക നിവാസികളുമായിട്ടും കാരണന്മാരുമായിട്ടും എല്ലാം സംസാരിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത് ഇനി നമുക്ക് അടുത്തൊരു ഘട്ടമുള്ളത് നാളെ ഞങ്ങൾ കാലത്ത് 9 മണിക്ക് ആഘോഷ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യും മാത്രമാണ് ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ പാറമേക്കാവിലെ ഭരണസമിതി അംഗങ്ങളുമായിട്ട് നമ്മൾ സംസാരിച്ചു. അതേപോലെ ഘടകപൂരങ്ങളുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. 1-2 ആൾക്കാരുടെ അടുത്ത് അവരെല്ലാം തിരുവമ്പാടി പാറമേക്കാവ് എടുക്കുന്ന തീരുമാനത്തിന് ഒപ്പം നിൽക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തിരുവമ്പാടി എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ തിരുവമ്പാടിയുടെ മീറ്റിംഗ് കഴിഞ്ഞോടുകൂടിയിട്ട് എല്ലാം ഈ 24-ാം തീയതി വരെ ദേവസ്വത്തിൻ്റെ ദുഃഖാചരണം നടത്തുക. ആ ദുഃഖാചരണത്തിന് ശേഷം നമ്മൾ പൂരം വളരെ ഭംഗിയായിട്ട് അതിൽ പല നമ്മൾ ആംഗിളുകളും നമ്മൾ അതിനെടുത്തു. വിദേശത്തു നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പൂരം അങ്ങനെ ആചാരപരമായി മാത്രം നടത്തിയാൽ ശരിയാവില്ല. അങ്ങനെ കുറേ വശങ്ങൾ അത് ചിന്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളൊരു തീരുമാനം എടുത്ത്. നമുക്ക് ദുഃഖമുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, എന്നാലും നമ്മളെല്ലാം മറന്ന് നമ്മൾ ഭഗവതിയുടെയും ഭഗവാന്റെയും കാര്യങ്ങൾ അതിൻ്റേതായ ചിട്ടയോടും അതിൻ്റേതായ പ്രൗഢിയോടും നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം നടത്തും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അങ്ങനെ ഒരു ഫുൾ ആഘോഷമല്ല, ഒന്നിനും ഒരു കുറവ് വരാത്ത വിധത്തിലുള്ള നമ്മൾ മുന്നോട്ട് പോകും. വെടിക്കെട്ട് ഒഴികെയുള്ള എല്ലാ ചടങ്ങുകളും അതിൻ്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. യോഗത്തിൽ നാളെ 10:30 ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മിനിസ്റ്ററും അതേപോലെ തന്നെ ഹൈക്കോടതിയുടെയും തീരുമാനപ്രകാരം 10:30 നമ്മൾ കളക്ടറേറ്റിലൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളിത് പ്രസൻറ്റ് ചെയ്യും. അതിനു മുന്നേ നമ്മൾ പാറമേക്കാവുമായിട്ട് സംസാരിച്ചു. ഇനി ഘടകപൂരങ്ങളിലെ ആൾക്കാരുമായിട്ടും ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റിയായിട്ട് സംസാരിക്കാൻ വളരെ ചെറിയ സമയമാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പിന്നെ ഇതുണ്ടായതിൻ്റെ ഒരു സാഹചര്യമൊക്കെ എടുത്ത് ഇതിൻ്റെ ഒരു പ്രതിവിധി എന്താണെന്നുള്ളതിനൊക്കെ കുറിച്ച് നമ്മളൊരു ചിന്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് സജ്ജനങ്ങളും അവരെല്ലാവരുമായി സംസാരിച്ച് ഇതിനെന്തെങ്കിലും പ്രതിവിധികൾ ചെയ്യാനും നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മളവരെ നമ്മുടെ അഭിപ്രായങ്ങൾ അവരെ ഇപ്പം അറിയിക്കും, എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ 2 ദിവസമാണ് ചമയ പ്രദർശനം നടത്താറ്. 24-ഉം 25-ഉമാണ് നടത്താറ്. അത് നമ്മൾ 25-ാം തീയതി മാത്രമാക്കിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമാണ്. 24-ാം തീയതി വരെ നമ്മൾ ഈ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എല്ലാത്തിലും വിഷമമുണ്ട്. കാര്യങ്ങളെല്ലാം എന്താ പറയുക, ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ 2 ബാലൻസ് ചെയ്ത് പോകാൻ നമുക്ക് എത്രത്തോണ്ട് സാധിക്കുമെന്ന് അറിയില്ല. എന്നാലും പോവാതെയും ഭംഗിയായിട്ട് നമ്മളത് നടത്തും. അതിപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാൺ സ്വാമി 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസഫ് അലി സാറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2-3 ആൾക്കാർ, ഒരു റീഗൽ ജ്വല്ലറിയുടെ ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ദേവസ്വത്തിന് പറ്റാവുന്ന രീതിയിൽ ദേവസ്വം അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം സഹായം ചെയ്തിരിക്കും ദേവസ്വം.